ഹ്യൂമനിസം, മാനവികത. ചാപ്റ്റർ പേര് ഹ്യൂമനിസം അഥവാ മാനവികത എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ചാപ്റ്ററിൻ്റെ പേര് റിനൈസൻസ് എന്നാണ്, അഥവാ നവോത്ഥാനം. നവോത്ഥാനത്തിൻ്റെ റിസൾട്ടാണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ ചാപ്റ്ററിൻ്റെ മധ്യഭാഗത്തിൽ റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നൊരു ഭാഗം നൽകിയിട്ടുണ്ട്. നവോത്ഥാനവും ചരിത്രലേഖന വിദ്യയും എന്നുള്ള ഭാഗം, ആ ഭാഗത്തിൽ പീരിയോഡൈസേഷൻ ഇൻ ഹിസ്റ്ററി എന്നൊരു ഭാഗം നൽകിയിട്ടുണ്ട്. ചരിത്രത്തിലെ കാലഘട്ട വിഭജനം. വേൾഡ് ഹിസ്റ്ററി ക്ലാസിഫൈഡ് ടു 3 ഡിസ്റ്റിൻക്റ്റ് പീരീഡ്. ലോക ചരിത്രത്തെ പ്രധാനമായിട്ട് 3ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഏൻഷ്യൻ പീരീഡ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ടു 5th സെഞ്ച്വറി, മനുഷ്യന്റെ ഉത്ഭവം മുതൽ 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഏൻഷ്യൻ പീരീഡ് അഥവാ പുരാതന കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ടു 5th സെഞ്ച്വറി ഈസ് കൺസിഡേർഡ് ഏൻഷ്യൻ പീരീഡ്. അടുത്ത മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് 5 to 15th സെഞ്ച്വറി, 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. 5 to 15th സെഞ്ച്വറി ഈസ് കൺസിഡേർഡ് മിഡീവൽ പീരീഡ്. അടുത്ത മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് 15th സെഞ്ച്വറി ഓൺവേർഡ്സ്, 15ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽക്ക് ആരംഭിക്കുകയാണ്, മോഡേൺ അഥവാ ആധുനിക കാലഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്രാം നൂറ്റാണ്ടിലാണ്? 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ ആധുനികതയിലേക്ക് എങ്ങനെ നമ്മൾ മാറി എന്നുള്ളതാണ്. അതായത് ആധുനിക കാലഘട്ടം 15ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്? ഏൻഷ്യൻ പീരീഡ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ടു 5th സെഞ്ച്വറി. മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് 5 to 15th സെഞ്ച്വറി ഈസ് കൺസിഡേർഡ്, നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് വിളിക്കും. മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് 15th സെഞ്ച്വറി ഓൺവേർഡ്സ്. ദിസ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 2 ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ്. ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് 2 ഇറ്റാലിയൻ ചരിത്രകാരന്മാരാണ്. ഒന്ന് ഫ്ലാവിയോ ബിയോണ്ടോയും മറ്റൊന്ന് ലിയാനോഡോ ബ്രൂണിയും. ഫ്ലാവിയോ ബിയോണ്ടോ, ലിയാനോഡോ ബ്രൂണി എന്നിവരാണ് ഈ ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വെച്ചത്. വേൾഡ് ഹിസ്റ്ററി ക്ലാസിഫൈഡ് ടു 3 ഡിസ്റ്റിൻക്റ്റ് പീരീഡ്: ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഏൻഷ്യൻ പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുരാതന കാലഘട്ടം എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ടു 5th സെഞ്ച്വറി, മനുഷ്യന്റെ ഉത്ഭവം മുതൽ 5ാം നൂറ്റാണ്ട് വരെയാണ്. മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് 5 to 15th സെഞ്ച്വറി ഈസ് കൺസിഡേർഡ് മിഡീവൽ പീരീഡ്. മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് 15th സെഞ്ച്വറി ഓൺവേർഡ്സ്, 15ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽക്കേ ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നു. ഇനി നമ്മൾ ചാപ്റ്ററിന്റെ ഭാഗത്തേക്ക് വരാം. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ ഹ്യൂമനിസം അഥവാ മാനവികതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് നൽകിയിരിക്കുന്നത് റോജർ ബേക്കണെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. റോജർ ബേക്കൺ 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷനിലൂടെയാണ് ചാപ്റ്റർ ആരംഭിക്കുന്നത്. ടു നെഗ്ലക്ട് നോളജ് ഈസ് ടു നെഗ്ലക്ട് വിർച്യു. അറിവിനെ അവഗണിക്കൽ എന്നത് നന്മയെ അവഗണിക്കലിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? റോജർ ബേക്കൺ ആണ്. എന്ന് വെച്ചാൽ മധ്യകാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്നതാണ്. ഈ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് എത്രാം നൂറ്റാണ്ട് മുതൽ എത്രാം നൂറ്റാണ്ട് വരെയാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എത്രയാണ്? 5 to 15th സെഞ്ച്വറി, 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാലഘട്ടം അഥവാ മിഡീവൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നിറഞ്ഞ സമൂഹമായിരുന്നു. അതിനെതിരായിട്ട്, അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരായിട്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയുടെ പേരാണ്, 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്, മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ആര്? റോജർ ബേക്കൺ. ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ കുരിശുയുദ്ധവും അതേപോലെ പ്ലേഗും ഒക്കെ പടർന്ന് പിടിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ നിലനിന്നിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടൊക്കെ പ്രതികരിച്ച് മുന്നോട്ട് വന്ന വ്യക്തിയാണ് ആര്? റോജർ ബേക്കൺ. ആരാ? റോജർ ബേക്കൺ. ടു നെഗ്ലക്ട് നോളജ് ഈസ് ടു നെഗ്ലക്ട് വിർച്യു. നന്മയെ അവഗണിക്കലിന് തുല്യമാണ് അറിവിനെ അവഗണിക്കൽ എന്ന് പറയുന്നത് ആരാണ്? റോജർ ബേക്കൺ. റോജർ ബേക്കൺ എ സയന്റിഫിക് ഫിലോസഫർ ഹൂ ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 30th സെഞ്ച്വറി. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്ര തത്വചിന്തകനായിരുന്നു റോജർ ബേക്കൺ. ഹി ഗേവ് ഇമ്പോർട്ടൻസ് റാഷണാലിസം, നോളജ് ആൻഡ് ലവ്. അദ്ദേഹം പ്രാധാന്യം നൽകിയത് യുക്തിചിന്തയ്ക്കും അറിവിനും സ്നേഹത്തിനുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം വരെ ഈ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഏത് ആശയങ്ങൾക്കൊക്കെയാണ്? റാഷണാലിസം, യുക്തിചിന്ത. യുക്തിചിന്ത എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായ ചിന്തയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ചുമ്മാ വെറുതെ തന്നെ ഒരു ആരാധനയും ആരംഭിക്കുകയാണ് അല്ലേ, അതിന് പിന്നിൽ ശാസ്ത്രീയ തത്വങ്ങളൊക്കെ മനസ്സിലാക്കാതെ വെറുതെ ആരാധനയൊക്കെ ആരംഭിക്കുന്ന രീതി. അതിനെതിരായിട്ട് അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ചിന്ത, അതാണെന്ത്? റാഷണാലിസം. നോളജ്, അറിവ് ഇല്ലേ? അറിവെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഗാന്ധിജി. അതൊരു അറിവാണ്.
അല്ലേ, അതിനൊക്കെ പ്രോത്സാഹനം നൽകിയാണ്. ലവ്, സ്നേഹം, മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ആര് പ്രാധാന്യം നൽകി? റോജർ ബേക്കൺ. റോജർ ബേക്കൺ എ സയന്റിഫിക് ഫിലോസഫർ ഹു ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 30th century. അടുത്ത ഇമ്പോർട്ടൻസ്, ഹി ഗേവ് ഇമ്പോർട്ടൻസ് റാഷണാലിസം, നോളജ് ആൻഡ് ലവ്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം എന്തിന് എതിർത്ത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. റോജർ ബേക്കൺ ക്വസ്റ്റ്യൻഡ് ദ എക്സിസ്റ്റിംഗ് ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റം. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തു. ഫ്യൂഡൽ വ്യവസ്ഥിതി എന്ന് പറയുന്നത്, ഫ്യൂഡം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ പീസ് ഓഫ് ലാൻഡ് എന്നാണ്, ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. എന്ന് പറയുമ്പോൾ ഒരു തുണ്ട് ഭൂമി, ഒരു ഭൂമിയിൽ അതിന് നടുക്കായിട്ട് ഒരു പ്രഭു താമസിക്കുകയും അതിന് ചുറ്റുപാട് ധാരാളം കർഷകർ താമസിക്കുകയും ചെയ്യും. ആ കർഷകർ ഈ പ്രഭുവിന് വേണ്ടി ജോലി ചെയ്യും. എന്നാൽ അർഹമായിട്ടുള്ള കൂലിയോ വേതനമോ മറ്റൊന്നും അല്ലെ ശമ്പളമോ ഒന്നും ആർക്കും നൽകത്തില്ല. ഈ പറഞ്ഞ പ്രഭു ആ ചുറ്റുപാട് താമസിക്കുന്ന കർഷകർക്ക് നൽകില്ല. ഇവർ തുടർച്ചയായിട്ട് ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത്തരത്തിൽ ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഫ്യൂഡലിസം. ആ ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റത്തെ ചോദ്യം ചെയ്തു റോജർ ബേക്കൺ. റോജർ ബേക്കൺ ക്വസ്റ്റ്യൻഡ് ദ എക്സിസ്റ്റിംഗ് ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഐഡിയാസ് ആൻഡ് ഇറ്റ്സ് കോൺസെപ്റ്റ്. അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ സങ്കല്പങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു ആര്? റോജർ ബേക്കൺ. അപ്പോൾ റോജർ ബേക്കൺ എ സയന്റിഫിക് ഫിലോസഫർ, നമ്മൾ ഈ ഭാഗത്തിൽ പറഞ്ഞ റോജർ ബേക്കണെ കുറിച്ചാണ്. റോജർ ബേക്കൺ എ സയന്റിഫിക് ഫിലോസഫർ ഹൂ ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 30th century. 13th നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ മധ്യകാലഘട്ടമാണ്. 13th നൂറ്റാണ്ടിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ആര്? റോജർ ബേക്കൺ. റോജർ ബേക്കൺ എ സയന്റിഫിക് ഫിലോസഫർ ഹൂ ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 30th century. ഹി ഗേവ് ഇമ്പോർട്ടൻസ് റാഷണാലിസം, നോളജ് ആൻഡ് ലവ്. യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. കൂടാതെ ഹി ക്വസ്റ്റ്യൻഡ് ദ എക്സിസ്റ്റിംഗ് ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റം, നിലവിലുന്ന ഫ്യൂഡൽ വ്യവസ്ഥയും അതിൻ്റെ ഐഡിയാസിനെയും കോൺസെപ്റ്റ്സിനെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സങ്കുചിത ചിന്താഗതി നിലനിന്നു. അതിനെതിരെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് ആര്? റോജർ ബേക്കൺ. അപ്പോൾ അദ്ദേഹം ഒരു വാക്കൂടെ പറഞ്ഞിരിക്കുന്നു, അത് മനസ്സിലുണ്ടായിരിക്കണം. ടു നെഗ്ലക്ട് നോളജ് ഇസ് ടു നെഗ്ലക്ട് വിർച്യു. അറിവിനെ അവഗണിക്കൽ എന്ന് പറയുന്നത് നന്മയെ അവഗണിക്കലിന് തുല്യമാണ് എന്ന് മുന്നോട്ട് പറഞ്ഞതാരാണ്? റോജർ ബേക്കൺ. അപ്പോൾ ഈ റോജർ ബേക്കൺ പറയുന്നത് എന്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്? അറിവിന് പ്രാധാന്യം കൊടുക്കുകയാണ്. പകരമായി എന്തിനേക്കാൾ? അന്ധവിശ്വാസങ്ങളെക്കാൾ അറിവിന് പ്രാധാന്യം നൽകി ആര്? റോജർ ബേക്കൺ. ഇനി നമ്മൾ റിനൈസൻസിനെ കുറിച്ച് മനസ്സിലാക്കിയാണ്. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നത്? വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ്. എന്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ്? ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീന ഫലമായിട്ട്. വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ്. അപ്പോൾ ഗ്രീക്കോ റോമൻ സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ നൽകിയിട്ടുണ്ട്. 4th നൂറ്റാണ്ടിൽ, ആ 4th നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഗ്രീക്ക് സംസ്കാരം രൂപം കൊണ്ടു. ഏകദേശം 7th നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ 5th നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ റോമൻ സംസ്കാരവും. അപ്പോൾ ആ കാലഘട്ടം മുതൽക്കേ തന്നെ എന്തുണ്ടായിരുന്നു? ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും നിലനിന്നിരുന്നു. ഇത് മധ്യകാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പുരാതന കാലഘട്ടത്തിലൊക്കെ എന്ത് നിലനിന്നിരുന്നു? ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും ഒക്കെ നിലനിന്നിരുന്നു. അതിൻ്റെ സ്വാധീന ഫലമായിട്ട് ഈ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് കലയും സാഹിത്യത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള നല്ല ചിന്തകൾ മനുഷ്യർക്ക് പ്രാധാന്യം നൽകിയുള്ള രീതിയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കലയും സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യർക്ക് പ്രാധാന്യം നൽകിയ രീതിയൊക്കെയായിരുന്നു ഗ്രീക്കോ റോമൻ സംസ്കാരം എന്നത്. അപ്പോൾ ആ ഗ്രീക്കോ റോമൻ സംസ്കാരം വീണ്ടും തിരിച്ചു വരികയാണ്. ഈ മധ്യകാലഘട്ടത്തിൽ ഈ ഗ്രീക്കോ റോമൻ സംസ്കാരം കൂടെ ഇന്ത്യ തിരിച്ചു വരികയാണ്. ആ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് വിത്ത് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ് from the 14th century onwards a series of changes took place in the social, economic and political spheres of Europe. യൂറോപ്പിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലയിൽ 14th നൂറ്റാണ്ടിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. എന്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ്? ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീന ഫലമായിട്ട്. വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ് ഫ്രം ദ 14th century onwards സീരീസ് ഓഫ് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പിയേഴ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലയിൽ നിരവധിയായിട്ടുള്ള മാറ്റം ഉണ്ടാക്കി. എന്ത് വന്നതോടുകൂടി? ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീന ഫലമായിട്ട്. ദീസ് ചേഞ്ചസ് പർട്ടിക്കുലർലി എവിഡന്റ് ഇൻ ഇറ്റലി. ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ച് പ്രകടമായി തീർന്ന ഇറ്റലിയിലാണ്. ദീസ് ചേഞ്ചസ് വെർ പർട്ടിക്കുലർ എവിഡന്റ് ഇൻ ഇറ്റലി വിച്ച് വാസ് എ പാർട്ട് ഓഫ് ഏൻഷ്യന്റ് റോമൻ സിവിലൈസേഷൻ. പുരാതന റോമ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇറ്റലിയിലായിരുന്നു ഈ പറഞ്ഞ മാറ്റങ്ങൾ പെട്ടെന്ന് പ്രകടമായി തീർന്നത്. ഹിസ്റ്റോറി ടേംഡ് ദിസ് ചേഞ്ചസ്. ചരിത്രകാരന്മാർ ഈ മാറ്റങ്ങളെ വിശേഷിപ്പിച്ചത് റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നാണ്. അപ്പോൾ എന്താണ് നവോത്ഥാനം എന്നത് വ്യക്തമാക്കിയാണ്. വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ്. ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് ഫ്രം ദ 14th century ഓൺവേർഡ്സ് 14th നൂറ്റാണ്ട് മുതൽക്കേ തന്നെ എ സീരീസ് ഓഫ് ചേഞ്ചസ്
took place in social, economic and political spheres of Europe. യൂറോപ്പിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി. ദീസ് ചേഞ്ചസ് വെർ പർട്ടിക്കുലർലി എവിടെ ഇൻ ഇറ്റലി. ഈ മാറ്റങ്ങൾ പെട്ടെന്ന് പ്രകടമായത് എവിടെയാണ്? ഇറ്റലിയിലാണ്. വിച്ച് വാസ് എ പാർട്ട് ഓഫ് ഏൻഷ്യൻ റോമൻ സിവിലൈസേഷൻ. പുരാതന റോമ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഇറ്റലിയിലാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഹിസ്റ്റോറി ടേംഡ് ദീസ് ചേഞ്ചസ് റിനൈസൻസ്. ചരിത്രകാരന്മാർ ഈ മാറ്റങ്ങളെ വിശേഷിപ്പിച്ചത് റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നാണ്. ഇനി ഒരു മാർക്ക് കുറച്ച് ചോദിക്കുകയാണ്, എന്താണ് റിനൈസൻസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആൻസർ ചെയ്യണം. റിനൈസൻസ് ഈസ് കൺസിഡർഡ് ആസ് എ പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം മിഡീവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്. മധ്യകാല ഫ്യൂഡലിസത്തിൽ നിന്നും ആധുനികതയിലേക്കുള്ള പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നത്. റിനൈസൻസ് ഈസ് കൺസിഡർഡ് എ പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം മിഡീവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്. മധ്യകാല ഫ്യൂഡലിസത്തിൽ നിന്നും ആധുനികതയിലേക്കുള്ള പരിണാമത്തിന്റെ കാലഘട്ടമാണ് റിനൈസൻസ് അഥവാ നവോത്ഥാനം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ് റിനൈസൻസ് എന്ന് വ്യക്തമാക്കിയാണ്. ഫ്രം വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ് എ സീരീസ് ഓഫ് ചേഞ്ചസ് ടു പ്ലേസ് ഇൻ എവിടെയാണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഓഫ് യൂറോപ്പ് എന്ന് പറയും. 14-ാം നൂറ്റാണ്ടെന്ന് പറയും മധ്യകാലഘട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെയാണ്? 5 to 15 സെഞ്ചുറിയാണ്. ഇത് 14-ാം നൂറ്റാണ്ടായതേ ഉള്ളൂ. 14-ാം നൂറ്റാണ്ടിലാണ് എന്ത് രൂപപ്പെട്ടത്? റിനൈസൻസ് രൂപപ്പെട്ടത്. അപ്പോൾ എങ്ങനെ പറഞ്ഞു? വിത്ത് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ് ഫ്രം ദ 14th century onwards a series of changes took place in എവിടെയാണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഓഫ് യൂറോപ്പ്. ദീസ് ചേഞ്ചസ് വർ പർട്ടിക്കുലർലി എവിടെയാണ്? ഇൻ ഇറ്റലി. എവിടെയാണ് രൂപം കൊണ്ടത്? എവിടെയാണ് ഇത് പെട്ടെന്ന് പ്രകടമായി തീർന്നത്? ഇറ്റലിയിലാണ്. വിച്ച് വാസ് എ പാർട്ട് ഓഫ് ഏൻഷ്യൻ റോമൻ സിവിലൈസേഷൻ. പുരാതന റോമ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഇറ്റലിയാണ് ഈ ആശയങ്ങൾ പെട്ടെന്ന് പ്രകടമായി തീർന്നത്. ഹിസ്റ്റോറിയൻ ടേംഡ് ദീസ് ചേഞ്ചസ്. ചരിത്രകാരന്മാർ ഈ ചേഞ്ചസിനെ വിശേഷിപ്പിച്ചത് റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നാണ്. റിനൈസൻസ് ഇസ് കൺസിഡർഡ് എന്താണെന്ന് വ്യക്തമാക്കിയത് 2 മാർക്കിന് ചോദിച്ചാൽ അവിടെ നിന്ന് എഴുതണം. റിനൈസൻസ് ഇസ് കൺസിഡർഡ് ആസ് എ പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഇവിടെ എവിടേക്കാണ്? മിഡീവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്. മധ്യകാല ഫ്യൂഡലിസത്തിനും ആധുനികതയിലേക്കുള്ള പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ്, എക്സാമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദീസ് ചേഞ്ചസ് എന്ന് വെച്ചാൽ റിനൈസൻസിന്റെ സവിശേഷതകൾ. ഈ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ മാറ്റങ്ങൾ 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എക്സാമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ 14th century. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് റിനൈസൻസിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഹ്യൂമനിസം, മാനവികത, മനുഷ്യ സ്നേഹം, മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് പ്രാധാന്യം നൽകാൻ ആരംഭിച്ചു. ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, മതത്തിനേക്കാൾ പ്രാധാന്യം എന്തിന് കൈവരാൻ തുടങ്ങി? മാനവികതയ്ക്ക്, മനുഷ്യ സ്നേഹത്തിന് വരാൻ തുടങ്ങി. അടുത്ത ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്. അർബൻ ലൈഫ് എന്ന് വെച്ചാൽ നാഗരിക ജീവിതത്തിന്റെ വളർച്ച. അടുത്ത പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിന്റെ പുരോഗതി. ഈ റിനൈസൻസിന് വന്നതിൻ്റെ ഫലമായിട്ടുണ്ടായ മാറ്റങ്ങളാണ്. ഒന്നാമത്തെ ഹ്യൂമനിസം, മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാട് വളർന്നു വന്നു. മനുഷ്യനാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള ഒരു വീക്ഷണം വന്നു, അല്ലാതെ മതമോ ദൈവമോ ഒന്നുമല്ല. ഹ്യൂമനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അടുത്ത ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നാഗരിക ജീവിതത്തിന്റെ വളർച്ച. പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിന്റെ പുരോഗതി. റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച. പണ്ടത്തെ കാലഘട്ടത്തിൽ കൃത്യമായ അതിർത്തിയോടുകൂടിയ ഭൂപ്രദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ ദേശീയ ഗാനമോ ദേശീയ ഗീതമോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദേശീയ പതാക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായ അതിർത്തിയോട് കൂടിയതും ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെയുള്ള രാഷ്ട്രങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. അതിനെ വിളിക്കുന്ന പേരാണ് നേഷൻ സ്റ്റേറ്റ്. ഇപ്പം നമ്മുടെ രാഷ്ട്രം എങ്ങനെയുള്ളതാണ്? ദേശരാഷ്ട്രമാണ്, നേഷൻ സ്റ്റേറ്റ് ആണ്. കൃത്യമായ അതിർത്തിയുണ്ട്, ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്, എല്ലാവരും ഒന്നാണെന്നുള്ള ഫീലിംഗ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നാഷണാലിസം എന്താണെന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഫീലിംഗ് ഓഫ് വൺനെസ് അല്ലെങ്കിൽ സെൻസ് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണെന്നുള്ള ആ ഫീലിങ്ങിനെ വിളിക്കുന്ന പേരാണ് നാഷണാലിസം. അപ്പോൾ റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, കൃത്യമായ അതിർത്തിയോട് കൂടിയ ഭൂപ്രദേശങ്ങളോട് കൂടിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കാൻ ആരംഭിച്ചു. ഈ റിനൈസൻസിന്റെ ഫലമാണ്. അടുത്ത ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകാൻ ആരംഭിച്ചു. റാഷണാലിസം, യുക്തിചിന്ത, അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ചിന്ത. ഈ റാഷണാലിസം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? റോജർ ബേക്കൺ. എത്ര നൂറ്റാണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്? 13-ാം നൂറ്റാണ്ട്. ഈ 13-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് മിഡീവൽ ആണോ, മോഡേൺ ആണോ, ഏൻഷ്യൻ്റ് ആണോ? മിഡീവൽ പീരീഡ് ആണ് അല്ലേ. 5 to 15 century ഈസ് കൺസിഡേർഡ് എന്താണ്? മിഡീവൽ പീരീഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? 5 പോയിന്റ് ഏതൊക്കെയാണ്? ഹ്യൂമനിസം, മാനവികതയ്ക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി. മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാടിന് പ്രാധാന്യം കൈവന്നു. മനുഷ്യന് പ്രാധാന്യം, എന്ത് അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്കുമെതിരായിട്ട് മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാടിന് പ്രാധാന്യം കൈവന്നു. മതത്തിന് പകരമായിട്ട് മനുഷ്യന് പ്രാധാന്യം നൽകാൻ ആരംഭിച്ചു. ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നാഗരിക ജീവിതത്തിന്റെ വളർച്ച. പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിന്റെ പുരോഗതി. റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച. ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം. റാഷണാലിസം, അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ചിന്ത. സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്, മതേതര മൂല്യങ്ങളുടെ വ്യാപനം.
എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന ഒരു കാഴ്ചപ്പാട് രൂപം കൊണ്ടു. സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്. മോണിറ്ററി ഇക്കോണമി, പണസമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നാണയങ്ങൾ അച്ചടിച്ചിറക്കിയ സിറ്റീസാണ് ഫ്ലോറൻസും വെനീസും. ഈ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എവിടെയാണ് റിനൈസൻസ് തുടക്കം കുറിച്ചത്? ഇറ്റലിയിലാണ് അല്ലേ? ദിസ് ചേഞ്ചസ് വാർ പാർട്ടിക്കുലർ എവിടെയാണ്? ഇറ്റലി എന്നാണ് പറഞ്ഞത്. ഇറ്റലിയിൽ എവിടെയാണ്? ഫ്ലോറൻസിൽ. അപ്പോൾ ആ ഫ്ലോറൻസിലും വെനീസിലുമാണ് ആദ്യമായിട്ട് നാണയങ്ങൾ അച്ചടിച്ചിറക്കിയത്. അതാണ് മോണിറ്ററി ഇക്കോണമി, പണസമ്പത്ത് വ്യവസ്ഥ ആരംഭിക്കുകയാണ്. അടുത്ത ഇമ്പോർട്ടൻസ് കേട്ട് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾ കൂടുതൽ പ്രാധാന്യം വന്നു. ആൾക്കാർ ഈ ലാറ്റിൻ ഭാഷയും ഗ്രീക്കോ റോമൻ ഭാഷയൊക്കെ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിലേക്ക്, തദ്ദേശീയ ഭാഷയിലേക്ക് ആൾക്കാർ തങ്ങളുടെ ആശയങ്ങളൊക്കെ രചിക്കാൻ ആരംഭിച്ചു. ഇമ്പോർട്ടൻസ് കേട്ട് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾ. അപ്പോൾ പ്രാദേശിക ഭാഷകൾ എഴുതുമ്പോൾ ആൾക്കാരൊക്കെ അത് വായിക്കുകയും ആൾക്കാർക്ക് പുതിയ ഉണർവുണ്ടാവുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇമ്പോർട്ടൻസ് കേട്ട് റീജിയണൽ ലാംഗ്വേജസ്. ചേഞ്ചസ് ഇൻ ദ റിലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, ഏതെല്ലാം മേഖലയിൽ മാറ്റമുണ്ടായി? കലയുടെയും അതുപോലെ ശാസ്ത്രത്തിൻ്റെ മേഖലയിലും വളരെ മാറ്റമുണ്ടായി. ചേഞ്ചസ് ഇൻ ദ റിലംസ് ഓഫ് എവിടേക്കാണ്? ആർട്ട് ആൻഡ് സയൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്? എന്തൊക്കെയാണ് നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ? എന്തൊക്കെയാണ്? ഹ്യൂമനിസം അഥവാ മാനവികത, ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നഗരജീവിതത്തിൻ്റെ വളർച്ച, പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ പുരോഗതി, റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, ലിബർട്ടി, അതായത് ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, റാഷണാലിസം, അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായ ചിന്ത, സെക്യുലർ വാല്യൂസ്, മതേതര മൂല്യങ്ങളുടെ വളർച്ച, മോണിറ്ററി എക്കോണമി, പണസമ്പത്ത് വ്യവസ്ഥ. ഇമ്പോർട്ടൻസ് ഗെയിൻ റീജിയണൽ ലാംഗ്വേജ്, മതേതര മൂല്യങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഗെയിൻ റീജിയണൽ ലാംഗ്വേജ് എന്നത് പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൈവരാൻ തുടങ്ങി. ചേഞ്ചസ് ഇൻ റിലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, കലയുടെയും ശാസ്ത്രത്തിൻ്റെയും മേഖലയിലുണ്ടായ മാറ്റങ്ങൾ. ഇതിനെയൊക്കെ നമ്മൾ ഇതാക്കിയാണ് ഈ പ്രധാനമായിട്ട് ഈ 10 പോയിന്റാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ചേഞ്ചസ് ഇൻ 14th സെഞ്ചുറി, 14ാം നൂറ്റാണ്ടിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഫലമായിട്ടാണ് ആൾക്കാർക്കിടയിൽ വലിയ വലിയ മാറ്റങ്ങൾ, ശാസ്ത്രരംഗത്തും കലയുടെ രംഗത്തും ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈ റിനൈസൻസ് ഇൻ ഇറ്റലി, നവോത്ഥാനം എന്തുകൊണ്ടാണ് ഇറ്റലി രൂപം കൊള്ളാനുള്ള കാരണം? സിറ്റീസ് ഇൻ ഇറ്റലി വെർ ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഇൻ യൂറോപ്പ്. അതിന് മുന്നേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റാലി നഗരങ്ങളുടെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മിലാൻ, പർമ, ബൊലോഗ്ന, ഫ്ലോറൻസ്, പിസ, റോം, ജനോവ, വെനീസ് തുടങ്ങിയ സിറ്റീസ്. അപ്പോൾ അവിടങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ റിനൈസൻസ് അഥവാ നവോത്ഥാന രൂപങ്ങളുള്ള കാരണം? അപ്പോൾ നവോത്ഥാനം ഉത്ഭവിച്ച എവിടെയാണ്? ഇറ്റലിയിലാണ്. എത്രാം നൂറ്റാണ്ടിലാണ്? 14ാം നൂറ്റാണ്ടിലാണ്. ഇറ്റലിയിലെ പ്രത്യേകിച്ച് എവിടെ? ഫ്ലോറൻസിലാണ്. അത് മനസ്സിലുണ്ടാവണം. സിറ്റീസ് ഇൻ ഇറ്റലി വെർ ഡിഫറെൻറ്റ് ഫ്രം റെസ്റ്റ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങൾ വ്യത്യസ്തമായിരുന്നു. സിറ്റീസ് ഇൻ ഇറ്റലി വെർ ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ മറ്റ് പ്രദേശങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇറ്റാലിയൻ നഗരങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. റീസൺ, അതിൻ്റെ കാരണമാണ് പറയുന്നത്. ഇറ്റാലിയൻ നഗരങ്ങൾ വ്യത്യസ്തമായുള്ള കാരണങ്ങൾ. സിറ്റീസ് ഇൻ ഇറ്റലി വെർ ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഇൻ യൂറോപ്പ്. ഒന്നാമത്തെ കാരണം, റീസൺ എന്ന് പറയുന്നത് ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്. അവ എന്തായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, സ്വതന്ത്രമായിരുന്നു. അവരെ ആരും അത്രത്തോളം നിയന്ത്രിക്കപ്പെടാനോ ആൾക്കാരില്ലായിരുന്നു. ഒന്ന്, ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്. രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിലും അവർ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്. വെൽത്തി, അവർ സമ്പന്നമായിട്ടുള്ള നഗരങ്ങളായിരുന്നു. ഡൈനാമിക്, ചലനാത്മകമായിരുന്നു. ചലനാത്മകം എന്ന് പറയുന്നത് രാജ്യത്തിലേക്ക് കച്ചവടക്കാർ വരികയും പോവുകയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇറ്റാലിയൻ സിറ്റീസ്. അതുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്, ചലനാത്മകമായിരുന്നു. ഇറ്റാലിയൻ സിറ്റീസിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ് വെർ വെൽ അവെയർ അബൌട്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ്, ഈ നഗരങ്ങളിലെ കച്ചവടക്കാർക്ക് വെൽ നോളജ് അബൌട്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു ഇവിടുത്തെ കച്ചവടക്കാർക്ക്. അതുകൊണ്ട് തന്നെ കച്ചവടം നല്ല രീതിയിൽ പുരോഗമിച്ചു. ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ് വെർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ്. എന്നാൽ ചില ആൾക്കാർക്ക് സച്ചസ് എന്തുപോലുള്ള ബുക്ക് കീപ്പിംഗ് പോലെയുള്ള കച്ചവടത്തിന് സാങ്കേതിക പരിജ്ഞാനവും ചില കച്ചവടക്കാർക്കുണ്ടായിരുന്നു. എന്താ ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ കണക്ക് വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നതിൻ്റെ അടിസ്ഥാന രീതിയാണ് ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ആർക്ക് അറിവുണ്ടായിരുന്നു? ഇറ്റലിയിലെ കച്ചവടക്കാർക്ക്. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ചസ് ബുക്ക് കീപ്പിംഗ്. മെനി ഓഫ് ദ ഹാർഡ് ബിക്കം എക്സ്ട്രീംലി വെൽത്തി. പല കച്ചവടക്കാരും വളരെ സമ്പന്നന്മാരായി തീർന്നു. കച്ചവടത്തിലൂടെ, ത്രൂ ട്രേഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇറ്റാലിയൻ സിറ്റീസിൽ ഈ റിനൈസൻസ് രൂപങ്ങളുള്ള കാരണം. അപ്പോൾ സിറ്റീസ് ഇൻ ഇറ്റലി വെർ ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു.
അതാണ് ഒന്നാമത്തെ കാരണം. ആ കാരണം എന്താണ് വ്യക്തമാക്കിയാണ് ഇറ്റാലിയൻ സിറ്റീസ് എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആണ്, പിന്നെ വെൽത്തി ആണ്, സമ്പന്നമാണ്, കൂടാതെ ആൻഡ് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് വെച്ചാൽ ചലനാത്മകമാണ്. ദേ വർ മോർ ഇൻഡിപെൻഡന്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ് വർ വെൽ അവെയർ ഓഫ്, അല്ലെ ട്രേഡേഴ്സ് വർ വെൽ നോളജ് അബൌട്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. ബാങ്കിങ്, ഇൻഷുറൻസ്. ബാങ്കിങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നു, ഇൻഷുറൻസിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. സം ഓഫ് ദം ഹാഡ്, ചില ആൾക്കാർക്ക് എക്സ്പെർട്ടൈസ് ഇൻ എവിടെയൊക്കെയാണ് ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ചസ് എന്താണ് ബുക്ക് കീപ്പിംഗ് പോലെയുള്ള, അതായത് അക്കൗണ്ടിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചില ട്രേഡേഴ്സിന് അറിയാമായിരുന്നു. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ചസ് ബുക്ക് കീപ്പിംഗ്. മെനി ഓഫ് ദ ഹാഡ് ബിക്കം എക്സ്ട്രീംലി വെൽത്തി, പല ആൾക്കാരും അങ്ങേയറ്റത്ത് സമ്പന്നരായിരുന്നു ത്രൂ ഇതിലൂടെ, കച്ചവടത്തിലൂടെ. ഈ കാരണം കൊണ്ടാണ് ഇറ്റാലിയൻ സിറ്റീസിൽ റിനൈസൻസ് രൂപം കൊള്ളാൻ കാരണമായി മാറിയത്. അപ്പോൾ റിനൈസൻസ് എന്ന് പറയുന്നത് റീബർത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, പുനർജനി. അപ്പോൾ പുനർജനി എന്ന് പറയുന്നത് ഈ 14-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിനുണ്ടായ പുനർജനിയാണ്. അതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് എന്തുണ്ടായത്, ഈ റിനൈസൻസ് ഉണ്ടായത് എന്നാണ് വ്യക്തമാക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് റിനൈസൻസ് ഉണ്ടായി. എവിടെ? ഇറ്റലിയിൽ. ഗ്രീക്കോ റോമൻ സംസ്കാരം അത്ര മഹത്തരമായിരുന്നു പഴയ കാലഘട്ടത്തിൽ, അത് മധ്യകാലഘട്ടത്തിൽ ഇല്ലാതായിത്തീർന്നു. എന്നിട്ട് ഇത് വീണ്ടും 14-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇത് കുറച്ചും കൂടെ പുരോഗമിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ സ്വാധീന ഫലമായിട്ട് റിനൈസൻസ് എന്ന ആശയം രൂപപ്പെട്ടു. ആ റിനൈസൻസ് എന്ന ആശയം ഇറ്റലി രൂപം കൊള്ളുള്ള കാരണമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്, വെൽത്തി ആൻഡ് ഡൈനാമിക് ആണ്. അവിടുത്തെ കച്ചവടക്കാർക്ക് ബാങ്കിങ്ങിനെ കുറിച്ച്, ഇൻഷുറൻസിനെ കുറിച്ചും അറിയാമായിരുന്നു. പിന്നെ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ചസ് എന്നതിനെ കുറിച്ച് അറിയാമായിരുന്നു, ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നു. ചില കച്ചവടക്കാർ എക്സ്ട്രീംലി വെൽത്തി ആയി തീർന്നു. എങ്ങനെയാണ്? കച്ചവടത്തിലൂടെ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ ഒരു എസ്സേ ആണ് ആരംഭിക്കുന്നത്. ഇവിടെ മുതൽ റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് റിനൈസൻസ്. റിനൈസൻസ് അഥവാ നവോത്ഥാന രൂപങ്ങളുള്ള കാരണങ്ങൾ എന്തെല്ലാം? അതിൽ ഒന്നാമത്തെ കാരണമാണ് കൊമേഴ്ഷ്യലൈസേഷൻ അഥവാ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ യൂറോപ്പ് ബൈ ദ 11th century ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മിഡീവൽ ഫ്യൂഡലിസം ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സൂപ്പർമസി. ഇപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ അഥവാ വാണിജ്യവൽക്കരണം എന്ന് വെച്ചാൽ കൃഷിക്ക് പകരമായിട്ട് സാധനങ്ങൾ, എന്തിനാണ് കൃഷി ചെയ്യും, പക്ഷേ കച്ചവടത്തിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. എത്രാം നൂറ്റാണ്ടിലാണ്? 11-ാം നൂറ്റാണ്ടിൽ. 11-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ഏൻഷ്യൻ്റ് ആണോ, മിഡീവൽ ആണോ, മോഡേൺ ആണോ? മിഡീവൽ പീരീഡ് ആണ്. 5 to 15 centuries കൺസിഡർ എന്താ വിളിക്കുന്നത്? മിഡീവൽ പീരീഡ് ആണ്. അപ്പോൾ 11-ാം നൂറ്റാണ്ടിലൊക്കെ ആയപ്പോഴേക്കും വാണിജ്യവൽക്കരണം ആരംഭിച്ചു. ഈ റിനൈസൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ ഘടകമാണെന്ത്? കൊമേഴ്ഷ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. അപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ യൂറോപ്പ് ബൈ ദ 11th century. അപ്പോൾ 11-ാം നൂറ്റാണ്ടിൽ വാണിജ്യവൽക്കരണം ആരംഭിച്ചു. കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആർ ലാർജ്ലി കൾട്ടിവേറ്റഡ് ഇൻസ്റ്റഡ് ഓഫ് ഫുഡ് ക്രോപ്സ് എന്ന് വെച്ചാൽ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കൊമേഴ്ഷ്യലൈസേഷൻ അഥവാ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അത് ആരംഭിച്ച എത്രാം നൂറ്റാണ്ടിലാണ്? 11-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ യൂറോപ്പ് ബൈ ദ 11th century. അതെന്തിലേക്ക് വഴിതെളിക്കുകയാണ്? ലെഡ് ടു ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മിഡീവൽ ഫ്യൂഡലിസം, മധ്യകാല ഫ്യൂഡലിസത്തിന്റെ തകർച്ചയിലേക്കും ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സൂപ്പർമസി, മതമേധാവിത്വത്തിന്റെ തകർച്ചയിലേക്കും വഴിതെളിച്ചു. അപ്പോൾ മതമായിരുന്നു മധ്യകാലഘട്ടം വരെ പ്രാധാന്യം കൊടുത്തിരുന്നത്. മതം പറയുന്നത് അതേപടി ജനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എത്ര അന്ധവിശ്വാസം പറഞ്ഞാലും അത് ജനങ്ങൾ അംഗീകരിച്ചിരുന്നു. ആ മതമേധാവിത്വത്തിന്റെ തകർച്ചയിലേക്കും ഫ്യൂഡലിസത്തിന്റെ തകർച്ചയിലേക്കും വഴിതെളിച്ചു 11-ാം നൂറ്റാണ്ടിലുണ്ടായ കൃഷി അല്ലെ വാണിജ്യവൽക്കരണം എന്നത്. കൊമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ യൂറോപ്പ് 11th century ദാറ്റ് ലെഡ് ടു ദ എന്തിലേക്കാണ്? ഡിക്ലൈൻ ഓഫ് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എന്തൊക്കെയാണ്? മിഡീവൽ ഫ്യൂഡലിസം ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സൂപ്പർമസി. ഡിസിൻറ്റഗ്രേഷൻ, മിഡീവൽ ഫ്യൂഡലിസം ആൻഡ് റിലീജിയസ് സൂപ്പർമസി. ഇനി ഇത് രണ്ടിൻ്റെ തകർച്ചയിലേക്ക് വഴിതെളിച്ചു കൊമേഴ്ഷ്യലൈസേഷൻ എങ്കിൽ ഇനി എന്തിൻ്റെ വളർച്ചയിലേക്കാണ്? ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഡോമിനേഷൻ ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്. ഇത് പുതിയൊരു മധ്യവിഭാഗം, ഒരു സമ്പന്നമായിട്ടുള്ള ഒരു മധ്യവിഭാഗ രൂപം കൊള്ളുന്നതിന് കാരണമായി തീർന്നു. ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഡോമിനേഷൻ ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്. ആസ് എ റിസൾട്ട് സെവറൽ വെൽത്തി ക്ലാസ് ആൾസോ എമർജ് ഇൻ ഇറ്റലി. അതിൻ്റെ ഫലമായിട്ട് ഇറ്റലി ധാരാളം സമ്പന്ന കുടുംബങ്ങൾ രൂപം കൊണ്ടു. ദ ഡിമാൻഡ് എ ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. അവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. എന്നുവെച്ചാൽ അവർക്കും ഭരണത്തിൽ പങ്കാളിത്തം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആരാണ്? ഈ വെൽത്തി ക്ലാസ്, ഈ സമ്പന്ന വിഭാഗങ്ങൾ. അപ്പോൾ എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ? ആ സമ്പന്ന വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി റിനൈസൻസ് ഇറ്റലിയിൽ രൂപം കൊണ്ടു എന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറ? റിനൈസൻസ് രൂപം കൊള്ളാനുള്ള ഒന്നാമത്തെ കാരണമാണെന്ത്? കൊമേഴ്ഷ്യലൈസേഷൻ. പറഞ്ഞേ, കൊമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ എത്രാം നൂറ്റാണ്ടിലെ യൂറോപ്പിൻ 11th century 11-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ കൊമേഴ്ഷ്യലൈസേഷൻ ആരംഭിക്കുന്നത്. അതിനെന്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചു? ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മിഡീവൽ ഫ്യൂഡലിസം ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സൂപ്പർമസി.
മധ്യകാല ഫ്യൂഡലിസം നശിക്കുന്നതിനും മതമേധാവിത്വം തകർന്നതിനും കാരണമായി തീർന്നു കൊമേഴ്ഷ്യലൈസേഷൻ. അതെന്തിൻ്റെ വളർച്ചയിലേക്ക് കാരണമായി കൊമേഴ്ഷ്യലൈസേഷൻ? ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് എന്തിൻ്റെയാണ് ഡോമിനേഷൻ ആൻഡ് എമർജൻസ് ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്. പുതിയൊരു മധ്യവിഭാഗത്തിൻ്റെ വളർച്ചയിലേക്കും ആധിപത്യത്തിൻ്റെയും വളർച്ചയിലേക്കും നയിക്കുന്നതിന് കാരണമായി മാറി. ആസ് എ റിസൾട്ട് സെവറൽ വെൽത്തി ഫാമിലീസ് ആൾസോ എമർജ് ഇൻ ഇറ്റലി. ഇതിൻ്റെ ഫലമായിട്ട് ധാരാളം സമ്പന്ന കുടുംബങ്ങൾ ഇറ്റലി രൂപം കൊള്ളുന്നതിന് കാരണമായി മാറി. ദേ ഡിമാൻഡഡ് എന്താവശ്യപ്പെട്ടു? എ ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. അവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. അവർക്കൂടെ രാഷ്ട്രീയ അധികാരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ സമ്പന്ന കുടുംബങ്ങൾ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കൊമേഴ്ഷ്യലൈസേഷൻ ഒക്കേർഡ് ഇൻ 11th സെഞ്ചുറി. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എന്തിലേക്കാണ്? മിഡിവൽ ഫ്യൂഡലിസം ടു ആൻഡ് റിലീജിയസ് സൂപ്പർമസി ആൻഡ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ആരുടെയാണ്? എമർജൻസ് ഓഫ് ന്യൂ വെൽത്തി ക്ലാസ് ഇൻ ഇറ്റലി. എവിടെയാണ്? ഇൻ ഇറ്റലി രൂപം കൊള്ളുന്നതിന് കാരണമായി മാറി. ദേ ഡിമാൻഡ് അവരെന്താവശ്യപ്പെട്ടു? ദേ ഡിമാൻഡഡ് എ ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. അവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. ഇനി ഏതൊക്കെയാണ് ഇറ്റാലിയൻ സിറ്റീസും അതുപോലെ ഇറ്റാലിയൻ ഫാമിലീസും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. മെഡീസി അതെവിടെയാണ്? മെഡിച്ചി എന്നാണ് പറയുന്നതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇറ്റാലിയൻ പ്രൊണൗൺസിയേഷൻ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പെല്ലിംഗ് മനസ്സിലാക്കാൻ വേണ്ടി അത് കണക്ക് പഠിച്ചാൽ മതി. മെഡീസി എവിടെയാണ്? ഫ്ലോറൻസ്. മെഡിച്ചി അല്ലെങ്കിൽ ഫ്ലോറൻസിലാണ് ഇല്ലേ. സൊഫോസ എവിടെയാണ്? മിലാൻ. ഫർണീസ് എവിടെയാണ്? പർമ. ഒറിസീനി എവിടെയാണ്? നേപ്പിൾസ്. വിസ്കോന്തി എവിടെയാണ്? മിലൻ. അപ്പോൾ ഈ ഇറ്റാലിയൻ നഗരങ്ങളെക്കുറിച്ചും ഇറ്റാലിയൻ ഫാമിലീസിനെ കുറിച്ചും ഒരു കോഡുണ്ട്, നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം. അതിലൊരു ഭാഗം എനിക്ക് ശരിയാക്കാൻ പറ്റില്ല. നിങ്ങളത് കുറച്ചുകൂടെ നല്ലൊരു കോഡ് കിട്ടുവാണെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം. താഴെയായിട്ട് ഉൾക്കൊള്ളിച്ച് നന്നായിരിക്കും, മറ്റു കുട്ടികൾക്കൂടെ അത് ഉപകാരപ്പെടും. അപ്പോൾ മെഡിസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലോറൻസ്, മെഡിസി എവിടെയാണ്? ഫ്ലോറൻസിലാണ്. സൊഫോഴ്സ് എവിടെയാണ്? മിലാനിലാണ്. ഫർണീസി എവിടെയാണ്? പർമയിലാണ്. അതേപോലെ ഒറിസിനി എവിടെയാണ്? നേപ്പിൾസിൽ. വിസ്കോന്തി, മിലൻ. അപ്പോൾ സൊഫോഴ്സ രാജകുമാരിക്ക് പനി പിടിച്ചു. സൊഫോഴ്സ രാജകുമാരിക്ക് പനി പിടിച്ചപ്പോൾ മിലൻ രാജകുമാരനോടൊപ്പം മെഡിസിൻ വാങ്ങാനായി ഫ്ലോറൻസ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ശരിയാവും കഥ. എങ്ങനെയാണ്? സൊഫോഴ്സ രാജകുമാരിക്ക് പനി പിടിച്ചപ്പോൾ മിലൻ രാജകുമാരനോടൊപ്പം മരുന്ന് വാങ്ങാനായി, മെഡിസിൻ വാങ്ങാനായി ഫ്ലോറൻസ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് ഈ ബോർമയിലൊക്കെ ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടല്ലോ, പർമ, അതാണ് ബോർമ എന്ന് പറയുന്നത്, പർമ. അപ്പോൾ ബോർമയിലുണ്ടാക്കുന്ന ഫർണീസി എന്ന കേക്ക് തിരികെ വരുന്ന വഴിക്ക് വാങ്ങിച്ചു. കൂടാതെ ഓറഞ്ചും ആപ്പിളും വാങ്ങി. ഒറിസീനി മീൻസ് ഓറഞ്ച്, നേപ്പിൾ മീൻ ആപ്പിൾ. അപ്പോൾ ഏതൊക്കെയാണ്? ഒറിസീനിയും എന്ന് വെച്ചാൽ ഓറഞ്ചും ആപ്പിളും വാങ്ങി തിരികെ വീട്ടിലെത്തി. മിലൻ രാജകുമാരനോടൊപ്പം ഒരു വിസ്കിയും കൂടെ കുടിച്ചു എന്ന് ഓർത്തിരിക്കും. അപ്പോൾ ഇത്രയുമാണ് കഥ. അപ്പോൾ ആ കഥ വെച്ച് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആക്കാൻ സാധിക്കും. അപ്പോൾ മെഡിസി എങ്ങനെയാണ്? ഫ്ലോറൻസ്. സൊഫോഴ്സ് എവിടെ? മിലൻ. ഫർണീസ് എവിടെയാണ്? പർമ. ഒറിസീനി എവിടെ? നേപ്പിൾസ്. വിസ്കോന്തി എവിടെ? മിലാൻ. അപ്പോൾ സൊഫോഴ്സ രാജകുമാരിക്ക് പനി പിടിച്ചപ്പോൾ മിലൻ രാജകുമാരനോടൊപ്പം മെഡിസിൻ വാങ്ങാനായി ഫ്ലോറൻസ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി തിരികെ വരുന്ന വഴിക്ക് പർമയിലുണ്ടാക്കുന്ന ഫർണീസി എന്ന കേക്കും വാങ്ങി ഓറഞ്ചും ആപ്പിളും വാങ്ങി തിരികെ വീട്ടിലെത്തി മിലൻ രാജകുമാരനോടൊപ്പം ഒരു വിസ്കിയും കൂടെ കുടിച്ചു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായി കഴിഞ്ഞാൽ ഈ ഭാഗം ഇറ്റാലിയൻ ഫാമിലീസും സിറ്റീസും എന്നുള്ള ഭാഗം ശരിയായി മാറും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്ത കാര്യം, അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങി വെച്ചതേ ഉള്ളൂ. റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് എന്തിൻ്റെയാണ്? റെനൈസൻസ്, നവോത്ഥാന രൂപങ്ങളുള്ള കാരണം എന്തെല്ലാം? അതിലൊന്നാമത്തെ കാരണമാണ് കൊമേഴ്ഷ്യലൈസേഷൻ. ഇനി കാരണങ്ങളുണ്ട്. ക്രൂസൈഡ്സിനെ കുറിച്ചും പ്ലേഗിനെ കുറിച്ചും ഒക്കെ, ഡിക്ലൈൻ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഏതാണ്? കൊമേഴ്ഷ്യലൈസേഷൻ. റിനൈസൻസ് ഒന്നാമത്തെ കാരണം എന്തുവാ? കൊമേഴ്ഷ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ആദ്യം വേൾഡ് ഹിസ്റ്ററി ക്ലാസിഫൈ ഇൻടു 3 ഡിസ്റ്റിൻക്റ്റ് പീരീഡ് ഏതൊക്കെയാണ്? ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ. ഏൻഷ്യന്റ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ടു 5th സെഞ്ചുറി ഈസ് കൺസിഡർഡ് എന്താ? ഏൻഷ്യന്റ് പീരീഡ്. അടുത്ത മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് 5 to 15th സെഞ്ചുറി ഈസ് കൺസിഡർഡ് എന്താ? മിഡീവൽ പീരീഡ് അഥവാ മധ്യകാലഘട്ടം. അടുത്ത മോഡേൺ എന്ന് പറയുന്നത് 15th സെഞ്ചുറി ഓൺവേർഡ്സ് എന്ന 15ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽക്ക് എന്താരംഭിക്കുകയാണ്? മോഡേൺ ആരംഭിക്കുകയാണ്. ദിസ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരൊക്കെ ചേർന്നിട്ടാണ് അവതരിപ്പിച്ചത്? പറ. ഫ്ലാവിയോ ബിയോണ്ടോ ആൻഡ് ലിയാനോഡോ ബ്രൂണി. ഇവർ രണ്ടും ഇറ്റാലിയൻ ചരിത്രകാരന്മാരാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത്, ചാപ്റ്റർ തുടക്കത്തിൽ മനസ്സിലാക്കിയതാണ് റോജർ ബേക്കണെ കുറിച്ച്. റോജർ ബേക്കണാണ് മധ്യകാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായിട്ട് 13ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് പ്രതികരിച്ച വ്യക്തി. അപ്പോൾ റോജർ ബേക്കൺ ഹു ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 30th സെഞ്ചുറി. അത് എന്താണ്? ഹി ഗീവ് ഇമ്പോർട്ടൻസ് എന്തിന് പ്രാധാന്യം നൽകി? റാഷണാലിസം, നോളജ് ആൻഡ് ലവ്. അറിവിനും അതുപോലെ തന്നെ റാഷണാലിസം, യുക്തിചിന്തയ്ക്കും അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ചിന്തയ്ക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അന്ധവിശ്വാസം എന്ന് പറയുന്നത്
ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ വെറുതെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പട്ട് ചുറ്റിയായിട്ട് വെറുതെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ ആ മരത്തിന് ചുറ്റും നിരവധി ആൾക്കാർ പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആൾക്കാർ അത്തരത്തിൽ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റാഷണാലിസം. മതം പറയുന്ന എന്തും അനുസരിക്കുന്ന രീതി, അതാണ് റാഷണാലിസം. അതിനെതിരായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ചിന്തയെ പറയുന്ന പേരാണ് എന്ത്, റാഷണാലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് റാഷണാലിസം, അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ചിന്ത, അതിന് പിന്നിലുള്ള തത്വം മനസ്സിലാക്കിയെടുക്കൽ, അതിന് പ്രാധാന്യം നൽകി. ഇമ്പോർട്ടൻസ് ഓഫ് റാഷണാലിസം, നോളജ് ആൻഡ് ലവ്. പിന്നെ റോജർ ബേക്കൺ എന്ത് ചെയ്തു? റോജർ ബേക്കൺ ക്വസ്റ്റ്യൻ്റെ എക്സിസ്റ്റിംഗ് ഫ്യൂഡലിസ്റ്റ് പവർ സിസ്റ്റം, അതുകൂടാതെ തന്നെ ആൻഡ് ഇറ്റ്സ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് റോജർ ബേക്കൺ, 13ാം നൂറ്റാണ്ടിൽ. അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടെ ഓർത്തിരിക്കണം, നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വിർച്യു. അറിവിനെ അവഗണിക്കൽ എന്ന് പറയുന്നത് നന്മയെ അവഗണിക്കലിന് തുല്യമാണെന്ന് പറഞ്ഞ ആളാണ് ഒരു റോജർ ബേക്കൺ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നേരത്തെ ഹ്യൂമനിസം എന്ന് പറഞ്ഞതിന് വാക്ക് പറഞ്ഞാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് റാദർ ദാൻ റിലീജിയസ് ഐഡിയാസ്. മതപരമായ ആശയങ്ങൾക്ക് പകരമായിട്ട് എന്തിന് പ്രാധാന്യം നൽകാൻ തുടങ്ങി? മാനുഷിക ജീവിതത്തിന് പ്രാധാന്യം നൽകാൻ തുടങ്ങി. അതാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഭാഗത്തിൽ വിത്ത് ഇൻഫ്ലുവൻസ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ്. എന്താണ് റിനൈസൻസ് എന്ന് പറയുന്നത്? വിത്ത് ഇൻഫ്ലുവൻസ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ് എ സീരീസ് ഓഫ് ചേഞ്ചസ് ടു പ്ലേസ് ഇൻ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഓഫ് യൂറോപ്പ്. ദീസ് ചേഞ്ചസ് വർ പർട്ടിക്കുലർലി എവിടെയാണ് ഉണ്ടായത്? ഈ മാറ്റം പ്രത്യേകിച്ച് പ്രകടമായത് എവിടെയാണ്? ഇറ്റലിയിൽ. ഇതിൻ്റെ ഭാഗമായിരുന്നു വിച്ച് വാസ് എ പാർട്ട് ഓഫ് ഏൻഷ്യന്റ് റോമൻ സിവിലൈസേഷൻ. പുരാതന റോമ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇറ്റലിയിലാണ് രൂപം കൊണ്ടത്. സം ഹിസ്റ്റോറിയൻ ടൈംഡ് ദീസ് ചേഞ്ചസ് അതിനെ വിശേഷിപ്പിച്ചാണ് എന്ത്, റിനൈസൻസ് എന്ന് വിശേഷിപ്പിച്ചു. എന്താണ് റിനൈസൻസ് എന്ന് ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. റിനൈസൻസ് എന്ന് പറയുന്നത്, റിനൈസൻസ് കൺസിഡേഴ്സ് എ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. എവിടുന്ന് എവിടേക്കാണ്? മിഡിവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്. ഇനി അവസാനം ഒന്നുകൂടെ പറയുന്നത് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ചേഞ്ചസ് ഇൻ 14th century. എന്തൊക്കെയാണ്? ഹ്യൂമനിസം, മാനവികത, പിന്നെ അതുപോലെ അർബൻ ലൈഫ്, നാഗരിക ജീവിതത്തിൻ്റെ വളർച്ച, പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ വളർച്ച, നേഷൻ സ്റ്റേറ്റ്, ദേശരാഷ്ട്രങ്ങളുടെ കൃത്യമായ അതിർത്തിയോടുകൂടിയ ദേശീയഗാനമുള്ള എല്ലാവരും ഒന്നാണെന്നുള്ള ഫീലിംഗ് ഉള്ള രാഷ്ട്രങ്ങൾ രൂപം കൊള്ളാൻ കാരണമായി മാറി. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ദേശരാഷ്ട്രമാണ് അല്ലേ? നമ്മുടെ രാഷ്ട്രത്തിൽ വ്യത്യസ്ത മതവും ജാതിയൊക്കെ നിലനിൽക്കുന്നതെങ്കിലും എല്ലാവരും ഒന്നാണെന്നുള്ള ഫീലിംഗോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് നേഷൻ സ്റ്റേറ്റ്. ലിബർട്ടി, ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, റാഷണാലിസം, അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ചിന്ത, സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്, മധ്യതര മൂല്യങ്ങളുടെ വ്യാപനം, മോണിറ്ററി എക്കോണമി, പണസമ്പത്ത് വ്യവസ്ഥ, ഇമ്പോർട്ടൻസ് ഗെയിൻ റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം, ചേഞ്ചസ് ഇൻ റിലേറ്റ്സ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് സയൻസ്, കലയിലും ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലൊക്കെ അതിനകത്തുള്ള വലിയ മാറ്റങ്ങളുണ്ടായി നവോത്ഥാന കാലഘട്ടത്തിൽ. പിന്നെ ബൈ റിനൈസൻസ് ഇറ്റലി. എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ റിനൈസൻസ് ഉണ്ടാകാനുള്ള കാരണം? എന്താണ് കാരണം? സിറ്റീസ് ഇറ്റലി ഡിഫറെൻറ്റ് ഫ്രം റെസ്റ്റ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇറ്റാലിയൻ സിറ്റീസ്. ഒന്ന് ദേവർ എങ്ങനെയുള്ളതായിരുന്നു? ഇറ്റാലിയൻ സിറ്റീസ് വേറെ ഇൻഡിപെൻഡൻ്റ് ആണ്, വെൽത്തി ആണ്, ഡൈനാമിക് ആണ്. ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ് വേർ വെൽ നോളജ് അബൌട്ട് ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് ആസ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാർക്ക് എന്തിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു? ബാങ്കിങ്, ഇൻഷുറൻസ്, ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് ആസ് എന്തുവാ? ബുക്ക് കീപ്പിംഗ് പോലെയുള്ള കച്ചവടത്തിന് സാങ്കേതിക പരിജ്ഞാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർക്കറിയാമായിരുന്നു? കച്ചവടക്കാർക്ക് അറിയാമായിരുന്നു. ദേ വർ എക്സ്ട്രീംലി വെൽത്തി ത്രൂ എങ്ങനെയാണ്? ട്രേഡ്, കച്ചവടത്തിലൂടെ അവർ അതിസമ്പന്നന്മാരായി മാറി. ഈ കാരണം കൊണ്ടാണ് ഇറ്റാലിയൻ നഗരങ്ങളിൽ റിനൈസൻസ് രൂപങ്ങളാൽ കാരണമായി പറയുന്നത്. ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് എസയുടെ തുടക്കം ആരംഭിക്കുകയാണ്. റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് എന്തിൻ്റെയാണ്? റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് റിനൈസൻസ്, നവോത്ഥാന രൂപങ്ങളുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കൊമേഴ്ഷ്യലൈസേഷൻ ആണ്. കൊമേഴ്ഷ്യലൈസേഷൻ ഒക്കേർഡ് ഇൻ യൂറോപ്പ് ഇൻ 11th century ദാറ്റ് ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മിഡിവൽ ഫ്യൂഡലിസം ആൻഡ് ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സുപ്രമസി. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മിഡിവൽ ഫ്യൂഡലിസം, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയും അതിൽ മതമേധാവിത്വ തകർച്ചയിലേക്ക് വഴിതെളിച്ചു. ആൻഡ് ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് എന്തിലേക്കാണ്? ന്യൂ വെൽത്തി ക്ലാസ് ഇൻ എവിടെയാണ്? ഇറ്റലി. അവർ പുതിയൊരു സമ്പന്നമായിട്ടുള്ള ഒരു പുതിയ കച്ചവടക്കാരെന്ന് പറയപ്പെടുന്ന പുതിയൊരു വിഭാഗം രൂപം കൊണ്ടു. അവരെന്താവശ്യപ്പെട്ടു? ദേ ഡിമാൻഡ് എ ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. അവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി അത് ഏതൊക്കെയാണ് ഫാമിലീസ്? ഏതൊക്കെയാണ്? മെഡിസി ഫ്ലോറൻസ്, സോഫോഴ്സ് എവിടെ? മിലാൻ, ഫർണീസ് എവിടെ? പർമ, ഒറിസിൻ എവിടെ? നേപ്പിൾസ്, വിസ്കോന്തി, മിലൻ. കഥ എങ്ങനെയാണ്? സോഫോഴ്സ് രാജകുമാരിക്ക് പനി പിടിച്ചപ്പോൾ മെഡിസിൻ വാങ്ങാനായി ഫ്ലോറൻസ് ഹോസ്പിറ്റലിൽ പോയി തിരികെ വരുന്ന വഴിക്ക് പർമയിൽ ഉണ്ടാക്കുന്ന ഫർണീസ് എന്ന കേക്കും വാങ്ങി, ഓറഞ്ചും ആപ്പിളും വാങ്ങി, വിസ്കോന്തി തിരിച്ച് വീട്ടിലെത്തുകയും മിലൻ രാജകുമാരപ്പോൾ ഒരു ബിസ്കിയും കൂടെ കുടിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഭാഗം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.